ഗായ്സ്, ഇന്നിവിടെ മഴയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെ കുറവുണ്ടാ? ഇന്നിവിടെ ഇപ്പം മഴയാണ്. രാവിലെ മുതൽ മൂടിക്കെട്ടി നിന്ന് ലാസ്റ്റ് പെയ്തു. അപ്പം ഇന്ന് മഴ പ്രമാണിച്ച് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാക്കാൻ പോവാം. അതായത് ബിരിയാണി, കുക്കർ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇവിടെ ട്യൂണ ഫിഷ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു, മസാലയൊക്കെ ഇട്ടിട്ട്. പിന്നെ സോയാബീൻ കറി ഇരിക്കുന്നുണ്ട്, മുട്ടക്കറി ഇരിക്കുന്നുണ്ട്. രാവിലെ ദോശയും മുട്ടക്കറി ആയിരുന്നു. പിന്നെ സോയാബീൻ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് വറുത്തു, കുറച്ച് മസാലയൊക്കെ ഇട്ട് തക്കാളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ കുക്കർ ബിരിയാണി വെക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഈ മസാല ഉള്ള ഈ റൈസ് ഉണ്ടല്ലോ, അത് മാത്രം കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ. നോക്കിയിട്ടുണ്ട്. ഇതാ ഇത്രയും സാധനങ്ങൾ: കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, അങ്ങനെയുള്ളതൊക്കെ. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായി വന്നിട്ട് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ 2 ചെറിയ സവാളയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ കഷ്ണം തക്കാളി. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളകും. അതും ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നത്. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ നല്ല രസമുണ്ടാവും. ഞാൻ ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് ഇപ്പോൾ കുറവുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇത്തിരി ലേറ്റായി വെച്ചിങ്ങനെ കറിയും ചോറും അതൊക്കെ കൂടി ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അതിന് പകരം ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിലേക്ക് ഇടാൻ കോഴിമുട്ട, സോയാബീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നന്നായി. ഇവിടെ ഇപ്പം ഞാൻ ഇതാണ് ട്യൂണ ഫിഷ് ഇതിട്ടിട്ട് വെക്കാണ്. ഇതിൽ നമ്മൾ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ ഇത്തിരി ഓയിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് കുറച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ അതിനൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി 1 സ്പൂണ്. അതാ മുളക് പൊടി ഒരു 3/4 സ്പൂണ്. ബിരിയാണിക്കായിട്ട് പൊടിച്ചു കൊടുന്നിട്ടുള്ളതാണ് വീട്ടിൽ നിന്ന് കേട്ടോ. മസാലപ്പൊടി അത് ഒരു 3/4 സ്പൂൺ ഇട്ടാൽ മതി. കുത്ത് കിട്ടണ്ട അധികം, നമ്മൾ വേറെ ഇട്ടിട്ടുണ്ടല്ലോ തക്കോലൊക്കെ. അപ്പോൾ ഒരു 3/4 കേട്ടോ. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇത് ഏകദേശം പറഞ്ഞു വന്നപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മുളക് പൊടി ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 സ്പൂണിനേക്കാളും ഇത്തിരിയും കൂടിയും കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പച്ചമുളകൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവിട്ടാൽ മതി കേട്ടോ. പിന്നെ റൈസ് എടുക്കുന്ന അളവ് നോക്കണം. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഇത് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ 1 ഗ്ലാസ് ആണ് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കുറവ് എടുക്കണം എല്ലാതും കേട്ടോ. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, ആ ഒരു മസാല ആവാൻ വേണ്ടിയിട്ട്. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാനിവിടെ സാഡായിരുന്നു ഓണത്തിന്. ശരിക്കും മിസ് ചെയ്തു. പിന്നെ ഒരു ഉച്ചയ്ക്ക് നമ്മളേക്ക് ശരിയായിട്ടാ, കാരണം അവിടുത്തെ ഓണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ സമയമാകുമ്പോഴേക്ക്. അപ്പം എനിക്കിവിടെ സമാധാനമായി. അല്ലാത്ത സമയം നിങ്ങളൊക്കെ അവിടെ അടിച്ച് പൊളിക്കല്ലേ എന്ന് ആലോചിച്ചിട്ട് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ അന്ന് സദ്യ ഒന്നും വെച്ചില്ല. ഞാൻ മീനുണ്ടായിരുന്നു, മീൻകറി, മീൻ വറുത്തതും, അവിയലും, അച്ചാറും, മോരും, അത് മാത്രം. അങ്ങനെയായിരുന്നു എൻ്റെ ഓണം. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പച്ചമണം പോയിട്ടുണ്ട്. അപ്പം ഞാൻ സംഭവത്തിലിടാണേ. നമ്മുടെ ഈ മസാലയും ഈ ഫിഷൊക്കെ കൂട്ടിയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് റൈസ് എടുക്കണേ അതിൻ്റെ 1.5 ഗ്ലാസ് വെള്ളം. അപ്പം ഞാൻ 2 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിത്തിരി പൊടി മുന്നിലേക്ക് നിൽക്കണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഇടാം. ഞാൻ റൈസ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു.
ഞാനൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാല എല്ലാം കൂടിയിട്ട് റൈസിൽ മിക്സ് ആവട്ടെ വെച്ചിട്ടാ. ഇനി ബാക്കി അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും ഞാൻ ഇട്ടു. നെയ്യ് ആവശ്യത്തിന് ഞാൻ ആദ്യമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഇനി നെയ്യ് ഒഴിക്കണ്ട, അല്ലെങ്കിൽ ഞാനൊരു തരി നെയ്യ് ഒഴിക്കാറുണ്ട് ഞാൻ. ഇനി തൈര് ലേശം ഒഴിച്ചു കൊടുക്കാം. ഇതാ വെച്ചിട്ടുണ്ടേ ഒറ്റ വിസില് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാ. ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിടാം, എന്നിട്ട് മാറ്റി വെച്ചാൽ മതി. എയറെല്ലാം പോയതിന് ശേഷം തുറന്നു. ഇതിങ്ങനെയാണ്. അപ്പോൾ എല്ലാം സെറ്റായി, നല്ല മണവും നല്ല ഫ്ലേവറും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.